അഭിലാഷേ, ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. അതുണ്ടാവാൻ പാടില്ലായിരുന്നു എന്ന കാര്യത്തിലും രണ്ടഭിപ്രായമില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് അത് സംഭവിച്ചു. ഏതായാലും അതിൻ്റെ പേരിൽ വിശദമായ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുന്നുണ്ട്. ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ നിതിൻ ഗഡ്കരിയുമായിട്ട് വിശദമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. BJPയുടെ ഒരു പ്രതിനിധി സംഘം ഡൽഹിയിലേക്ക് പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കരാർ കമ്പനിക്കെതിരായിട്ട് നടപടിയെടുത്തു എന്ന് അഭിലാഷ് തന്നെ പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്, ഇനി എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് പഠിക്കാൻ, മനസ്സിലാക്കാൻ ഒരു വിദഗ്ധ സംഘത്തെയും കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. IITയിൽ നിന്നുള്ള വിദഗ്ധന്മാർ ഉൾപ്പെടെയുള്ള സംഘം വന്ന് കാര്യങ്ങൾ പരിശോധിക്കും. അത് ഇപ്പോൾ അപകടം നടന്ന ഒരു സ്ഥലത്ത് മാത്രമാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം വേണം എന്നുകൂടി ഈ വിദഗ്ധ സംഘം പരിശോധിക്കും, നടപടിയെടുക്കും. അല്ല, നടപടിയെടുക്കുമെന്ന് പറയുമ്പോ അവിടെ തൊണ്ടയാട് മുതൽ വളാഞ്ചേരി വരെ 93% പണിയും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ ഇരിക്കുകയാണ്. നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. വർഷത്തിൽ 230 ദിവസം മഴ പെയ്യുന്ന, വയലുകളുള്ള, അയഞ്ഞ മണ്ണുള്ള, സവിശേഷമായ ഭൂപ്രകൃതിയുള്ള കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റ് ഒരിടത്തേതുപോലെ ആകരുത് എന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ പണിത് വെച്ചിരിക്കുന്ന 93% പൂർത്തിയായിട്ടുള്ള ഹൈവേ ഉണ്ടല്ലോ, അതിനെന്ത് സംഭവിക്കുമെന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? പലയിടത്തും വിള്ളലുകൾ രൂപം കൊണ്ടിട്ടുണ്ട്. വലിയ മഴക്കാലം വന്നിട്ടില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ 2 മഴ കഴിഞ്ഞാൽ തീർന്നു പോകുന്ന റോഡാണോ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിക്കുന്ന ഏറ്റവും ആശങ്കാജനകമായ വിഷയം. അഭിലാഷ്, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഗവൺമെൻറ് കേരളത്തിൽ മാത്രമല്ല ദേശീയപാത നിർമ്മിക്കുന്നത്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ഗുജറാത്ത് മുതൽ അങ്ങ് വടക്കേ കിഴക്കൻ അതിർത്തി വരെ ദേശീയപാതകളുടെ ഒരു വലിയ പരമ്പര തന്നെ നിർമ്മിക്കുന്നുണ്ട്. ഏതാണ്ട് 1,46,195 കിലോമീറ്റർ ഉണ്ട് ഇന്ന് ഇന്ത്യയിലെ ദേശീയപാത. 2014 മൻമോഹൻ സിംഗ് ഇറങ്ങി മോഡി ഗവൺമെൻറ് ഏക്കുന്ന സമയത്ത് അത് 91,000 ആയിരുന്നു. അത്രമാത്രം പുതിയത്, ഏതാണ്ട് 1/3, 47 മുതൽ നിർമ്മിച്ചതിനേക്കാൾ ഏറെ ഒരു 1/3 കൂടുതലായിട്ട് ഈ ഗവൺമെൻറ് കാലത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു ആക്ഷേപം ഞാനോ നിങ്ങളോ വേറെ എവിടെയും കേട്ടിട്ടില്ല. ഇപ്പോൾ ബാംഗ്ലൂർ മൈസൂർ ദേശീയപാത ഉണ്ടാക്കിയ സമയത്ത് നമ്മളിവിടെ ഓർക്കേണ്ട കാര്യമാണ്, അത് ആദ്യത്തെ മഴ പെയ്തപ്പോൾ വെള്ളക്കെട്ട് വന്നു, യാത്ര ചെയ്യാൻ പറ്റാത്ത പ്രശ്നം വന്നു, ബഹളം നമ്മൾ കണ്ടതാണ്. കാരണം അതിന് ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. കാരണം ഇവർ വെള്ളം പോകാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലത്തുകൂടിയല്ല വെള്ളം വന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതിനുശേഷം അവിടെ പരാതി ഉയർന്നിട്ടില്ലല്ലോ. അപ്പോൾ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ, പരിഹരിക്കാൻ വിദഗ്ധ സമിതിയുണ്ട്, വിദഗ്ധന്മാരുണ്ട്, അവരത് ചെയ്യും. കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ഒരു അപകടം വരുന്നത് വരെ എന്തായിരുന്നു ചെയ്തത് എന്ന പ്രശ്നം ഉടലെടുത്തുകൊണ്ട് ആരാണ് ഇതിന്റെ ഡിസൈൻ നടത്തുന്നത്? NHAI ആണ്. NHAI 3 ഏജൻസികളെ വെച്ചു മലപ്പുറത്തിന് വേണ്ടി. 3 പുറത്തുനിന്നുള്ള ഏജൻസികൾ, സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള 3 ഏജൻസികളാണ് ഇതിന്റെ ഡിസൈനിങ് നടത്തിയിട്ടുള്ളത്. ടെൻഡർ കൊടുത്തത് NHAI ആണ്. NHAI ഈ ടെൻഡർ കൊടുത്തിരിക്കുന്നത് KNR കൺസ്ട്രക്ഷൻ എന്ന 18,000 കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കി പരിചയമുള്ള കമ്പനിക്ക് തന്നെയാണ്. കമ്പനിക്ക് പരിചയക്കുറവുണ്ട് എന്ന് ഒന്നും ആരും പറയില്ല. അങ്ങനെയുള്ള കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സൂപ്പർവിഷൻ നടത്താനുള്ള ഉത്തരവാദിത്വം NHAI നിയോഗിക്കുന്ന എഞ്ചിനീയർക്കാണ്. ഇതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം NHAIക്കാണ്. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ടാണ് നടക്കുന്നത്? മാനദണ്ഡങ്ങൾ പാലിച്ചാണോ? ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ പൂർണ്ണമായും ക്വാളിറ്റി ഉള്ളതാണോ? ഇതൊക്കെ വിലയിരുത്തേണ്ട, ഇതൊക്കെ ഒബ്സർവ് ചെയ്യേണ്ട, ഒപ്പം പാരിസ്ഥിതികമായ ഘടകങ്ങൾ പരിഗണിച്ചാണോ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്? ഇതിനൊക്കെ വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ കരാർ കമ്പനിയുടെ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല അഭിലാഷ്, തിരക്ക് പിടിക്കരുത് ഓരോ കാര്യത്തിലും. ഞാനൊന്ന് പറയാനുള്ള, പൂർത്തിയാക്കാനുള്ള സമയം തരിക. ഇക്കാര്യത്തിൽ ആവേശം കാണിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം. ഇവിടെ ഓരോ ഘട്ടത്തിലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നിർമ്മാണ മേഖലയിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു കൺസൾട്ടൻറ്റിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു.
ആ കൺസൾട്ടൻറ്റിനെയും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടുന്ന ശക്തമായ നടപടികൾ വിത്തിൻ അവേഴ്സ് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ വിദഗ്ധമായ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഇവിടെ അഭിലാഷ് പറഞ്ഞതുപോലെ പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മണ്ണിൻ്റെ ഉറപ്പാക്കിയിട്ടില്ലെങ്കിൽ, ഭൂമിയുടെ ഉറപ്പിനെക്കുറിച്ച് ബോധ്യം വന്നിട്ടില്ലെങ്കിൽ, ഇതൊക്കെ തന്നെ ഈ വരുന്ന വിദഗ്ധ സംഘം പരിശോധിക്കും. ഞാനോ നിങ്ങളോ അത്തരം കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ളവരാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. നിങ്ങൾക്ക് അവകാശം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത് പരിശോധിക്കട്ടെ. പക്ഷെ ഒരു കാര്യം കൂടി, ഇത് അവർ പൂർത്തിയാക്കി NHAIക്ക് കൈമാറിയിട്ടില്ല എന്നതും കൂടി മനസ്സിലാക്കണം. NHAIക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് NHAIയെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമായിരുന്നു സിറ്റുവേഷൻ. ഇപ്പോൾ NHAIയെ സംബന്ധിച്ചിടത്തോളം അവരെ ഇത് ഏൽപ്പിച്ചിട്ടില്ല, പണി പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. ആ ഒരു ആസ്പെക്റ്റും കൂടി കാണണം. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത്തരം പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം കേന്ദ്ര സർക്കാരിനും ഉണ്ടാകും ഇതുവഴി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.